ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പാർക്കിൾ ഡ്യൂട്ട്. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലുള്ളത് കണ്ണൂർ. നമ്മൾ നേരെ മലപ്പുറം പോക്കാം, മഞ്ചേരി പോക്കാണ്. ഇവനറിയില്ലേ, എന്നെപ്പം എപ്പോൾ ഉണ്ടാകുന്ന വ്ളോഗിലാണ് താഹ, അറിയില്ല. അപ്പോൾ നമ്മൾ ഇവൻ്റെ ഒരു ചെറിയ ആവശ്യത്തിന് പോകുന്നതാണ്. അത് വേറൊരു കാര്യം. ഇതെന്നായാലും നമ്മളിപ്പോൾ 2 മണി 2:30 3 മണിയായി ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിൻ 5:10 അപ്പോൾ നമ്മളിപ്പോഴേ ഇവിടെ വന്നിട്ട് പോസ്റ്റ് ആയിട്ടുള്ളത്. 5 മണി വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഇന്ത്യൻ റെയിൽവേ ചതിച്ചതാണ്. അതൊന്നല്ല, നമ്മൾ 1 മണിക്ക് ഇവിടെ വന്നിരുന്നു. അതിൽ വേറൊന്നും ചതിക്കല. അപ്പം എനിക്ക് പെരാന്ത് തന്നെ രാവിലെ എണീച്ച് വരേണ്ടത് ഇവിടെ വന്നിട്ട് നമുക്കിവിടെ ഉറങ്ങാൻ നേരം പറഞ്ഞു. ഒന്നാമത് ഞാൻ രാവിലെ എണീച്ചിട്ട് വരാൻ പറയാത്തതിന്റെ കാരണം ഇവരുറങ്ങും. ഇവര് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിളിച്ചതിനെ ഫോൺ എടുക്കൂല. അപ്പൊ 5:30 പോകുന്നത് നടക്കൂല. അതുകൊണ്ട് ഞാൻ എന്താക്കി 1 മണിക്കേ പിടിച്ച് വലിപ്പിച്ച് എന്നിട്ട് ഇവിടുന്ന് ഉറങ്ങാന്നാ പറയുന്നത്. ഇവിടെ ഉറങ്ങാൻ കഴിയില്ല. സ്ലീപ്പേഴ്സിനായിട്ടൊരു കമ്പാർട്ട്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്ലീപ്പിംഗ് കറക്റ്റ് അറിയില്ല. എന്തായാലും നമ്മളെ ട്രെയിൻ വരക്കാം. നമുക്ക് നരേന്ദ്രമോദിന്റെ ഒരു സെൽഫി എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണമെന്നല്ല പറയുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ഹായ് ജി, സുഖല്ലേ ജി? കണ്ടാ ഇതിന് മേലെ കയറാൻ പറ്റുന്നില്ല. ഒരു സെൽഫി എടുത്തോളി. ഹായ് വാ. അപ്പൊ കിട്ടി. സുരേഷ് ഗോപിക്ക് മാത്രമല്ല നമുക്ക് കൊടുക്കാതെ. നമുക്കും ഇന്ന് സെൽഫി എടുക്കാം മാത്രമല്ല. ഇനി ഇവിടെ നിന്നാ വേറെ എന്തെല്ലാം കിട്ടും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ കോഴിക്കോടെത്തി ഗൈസ്. നല്ല ഉറക്കുണ്ട്. പള്ളി കണ്ട, പള്ളിയിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയിട്ട് വരാമെന്ന് ചോദിക്കും. നടക്കൂല ഇപ്പം തന്നെ ഉറങ്ങാണ്ടെന്നുണ്ടെങ്കിൽ സീനാവും. ഇതാണ് ട്രെയിൻ. ഏതാ ടൈമിങ്? ഇത് പുതിയത് വരുന്നതോ നമ്മൾ വരുന്നതല്ല, നമ്മൾ വന്ന ട്രെയിനല്ല അത്. വയസ്സ് മുട്ടായി തരുന്ന ഒരു മനുഷ്യക്കുട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാം. അറിയില്ല. ഇതാണ് മുട്ടായി തരും കോഴിക്കോട്. ഇപ്പോൾ ഒരു മനുഷ്യക്കുട്ടിയില്ല. 8 മണിയായി എന്നിട്ട് ഒരു മനുഷ്യക്കുട്ടിയില്ല. ഒരു 10-12 മണി ആയിക്കോട്ടെ. ഇവിടെ കാലുത്തുന്ന സ്ഥലം ഉണ്ടാവില്ല. അവസ്ഥ. നമ്മളങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു. പോകുന്ന വഴിക്കൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. നമുക്ക് ഇവിടെ ബാസ്കറ്റ് ബോളൊന്നും കളിക്കുന്നുണ്ട്. നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതൊന്നും ചോദിച്ചിട്ട് ഇടാറ് കളി ബോളർ ഇല്ല ആൾക്കാരാണ്. നോക്കാം നമുക്ക്. ഗൈസ്, നമ്മൾ കോഴിക്കോട് അങ്ങനെ നമ്മൾ ബസ് കയറാണ്. ഏയ് ആരും ഇല്ലടേ, നമ്മളേ ഉള്ളൂ. അപ്പുറം കാലിട്ട് നമുക്ക് ഇരിക്കാം. ഇവിടെ കാണാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? കോഴിക്കോട് മിനിയൂട്ടി എന്ന് പറഞ്ഞ ബീച്ച്. എന്താ പറയാ, ഒരു മലമുകളാണ്. മനസ്സിലായി. ഫുള്ള് മഞ്ഞെല്ലാം വരുന്നത്. അവിടെ മഞ്ഞ് വരുന്നത്. അവിടെ ഇപ്പൊ കുറെ പാർക്കുകൾ തുടങ്ങിയത്. അങ്ങനെ കുതിര സവാരി, ബൈക്ക് റേസിങ്, അതേപോലെ 4 വീലുള്ള മറ്റേ ബൈക്കില്ലേ, മനസ്സിലായി. ആ മരുഭൂമി കൂടെ ഓടണേ, അങ്ങനത്തെ കുറെ പരിപാടികള്. പിന്നെ പാർക്ക് തന്നെ മെയിന്. അത് വെറുതെ അങ്ങോട്ട് ഓട്ടോറിക്ഷ പോകുകയാണെങ്കിൽ 350 ഉറുപ്പിക കൊടുക്കണം അങ്ങോട്ട് മാത്രം. ബസ്സില്ല, വിളിച്ചു പോകണ്ട വേണം. സ്വന്തമായിട്ട് വാഹനം വേണല്ലേ. പിന്നെ അതിൽ തന്നെ പല പരിപാടികളും ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് 2 എണ്ണം. ഗ്ലാസിന്റെ ബ്രിഡ്ജ് 2 എണ്ണം ഉണ്ട്. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ? കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അറവങ്കരന്ന് കയറാൻ മോഹത്തൂന്നും പോകാം. അത് മിനിയൂട്ടിന്ന് പറയാൻ അറിയാം, അങ്ങനെ അങ്ങോട്ട് പേരുള്ളൂ. അത് കറക്റ്റ് ലൊക്കേഷൻ അറവങ്കരന്ന് നേരെ ഇവിടെ എന്താ പറയാ, മയിലാടി റൂട്ടിന് അങ്ങനെ പോയാൽ നേരെ കറക്റ്റ് മിനിയൂട്ടിയിലെത്തും. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ മഞ്ചേരി ടൗണിൽ കാലുത്തി ഗൈസ്.
ഇപ്പം ഏകദേശം 12 മണിയായി. നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ എനിക്ക് പല്ലിൻ്റെ എന്തോ കാണിക്കാൻ പറ്റില്ല. ഇവിടെയാണ് വന്നത് കേട്ടോ. ഡോക്ടർ ലബീബ് ഇവിടെയാണ് വന്നത്. അതിനായിട്ട് വന്നത്, വേറൊരു ആവശ്യമില്ലാണ്ട്. പള്ളി ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഉറങ്ങി. എന്നിട്ട് ഈ ലബീബ് നോക്കിയിട്ടാണ് നമ്മൾ കുറേ തപ്പിയത്. പിന്നെ ഡോക്ടറെല്ലാം വന്നിട്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് വരാം. ഇങ്ങനെയുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതിനായിട്ട് വന്നത്. വേറൊരു പരിപാടിയില്ല, ഒന്നുമില്ല. കണ്ണൂർ ടു മലപ്പുറം, മഞ്ചേരിയാണ് നിർത്തി. ഇവിടെ എന്തെങ്കിലും കാണാണ്ടെങ്കിൽ കണ്ടിട്ട് നമുക്ക് പോവാം. ഇത്രയേ ഉള്ളൂ. ഏകദേശം വൈകുന്നേരം ആകുമ്പം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ്. എന്തെങ്കിലും കാണാനായിട്ട് പോയി ലേറ്റ് ആയെങ്കിൽ ലേറ്റ് ആവും. അപ്പോൾ നമുക്കിനി അടുത്തിന് കാണാം. ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരാളിൽ തപ്പി നടക്കലാണ് ഗൈസ്. ഫുൾ ഷോർട്ട് വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്താണെന്ന് അറിയില്ല, നോക്കാം. നമുക്ക് ആടത്തിട്ട് ബ്ലോഗിൽ അതാരാ നമുക്ക് റിവീൽ ചെയ്യാം ഗൈസ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. ഗോകുലം മാൾ നെക്സ്റ്റ് എല്ലാം ഉണ്ട്. നമുക്ക് സെറ്റാക്കാം. നമ്മൾ ആളെ തപ്പി നടക്കലാണ് ഗൈസ്. ഒരുത്തൻ മുന്നിൽ നടക്കുന്നുണ്ടോ? നമ്മൾ ആളെ കണ്ടുപിടിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞത്. നോക്കാലോ. കണ്ടുപിടിച്ച് ഇനി കിട്ടിയില്ല ഗൈസ്. ഇതാണ് ഷംഷീർക്ക. പിന്നെ നമ്മളെ നാട്ടിലുള്ളതാണ്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ നമ്മളെ മേലേക്ക് ഫുഡ് കോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് നല്ലൊരു ഫുഡ് മേടിച്ചു തന്നു ഗൈസ്. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് അവർ റിമോട്ട്, അത് സാധനം അറിയില്ല. ഇതാണ് ഇതിൻ്റെ വൈബ്രേഷൻ അടിച്ചാലേ നമുക്ക് ഫുഡ് മേടിക്കാനാണ് പറയുന്നത്. ഗൈസ്, ഞാനിവിടെ ഗോകുലം മാളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിമോട്ടാണിത്. ഇപ്പം ഞാനിത് നിൽക്കുമ്പോൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും ആയിട്ട് ലൈറ്റിലൊക്കെ കത്തുന്നുണ്ട്. ടൈമർ വെക്കാൻ പോവുകയാണ്. 2, 3 ഗൈസ്, പൊട്ടി. ഇതിനെ ബോംബ് പൊട്ടാനാണ് ഗൈസ്. എന്നാന്നറിയില്ല, ഫുഡ് ഓർഡർ ചെയ്തെന്ന് അറിയിച്ചതും. പുതിയ ടെക്നോളജീസ് ഗൈസ്. അങ്ങനെ നമുക്ക് അലാറം അടിച്ചതിന് ശേഷം ഫുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്താ തിരക്ക് നോക്കറോ എനിക്ക്. ഓടുന്ന നമ്മൾ ഓർഡർ ചെയ്തതാണ് പൊറോട്ടയും ഇതെന്താ പെപ്പറല്ലേ? പെപ്പറാണോ ചങ്ങായി ഓർഡർ ചെയ്തൊന്നും ഓർമ്മയില്ല. പെപ്പറാണ്. അപ്പം നമുക്ക് തിന്നിട്ട് പൊട്ടിക്ക്. ആയിവാ, ഗ്യാസ് വന്നിട്ടില്ല. ഇനി നമുക്കിത് ഇതിൻ്റെ ടേസ്റ്റ് ആകും. നല്ല ചൂടുണ്ട് ഗൈസ്. വിചാരിച്ച നല്ല ചൂടുണ്ട്. ചൂടുണ്ട് തിന്നിട്ട്. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനൊക്കെ നല്ല പൈസ ഉണ്ട്. 5 മണിക്ക് പോയാൽ കളിക്കാൻ പോകാം. ആയിരിക്കും എവിടെ പോയാലും കളി തന്നെയാണല്ലേ മസ്റ്റ്. കളി മസ്റ്റ്. കിടിലം ഫുഡാണ് ഗൈസ്, ഒരു രക്ഷയില്ല. താങ്ക് യു ഷംഷീർക്ക. ഗൈസ്, അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോക്കാണ്. ഏകദേശം സമയം 4:30. എന്തായാലും നമുക്കിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് പോവാം. ഓക്കെ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഗാഡി നമ്പർ 1 2 2 3 4. അതാണ് പുതിയ ട്രെയിൻ. ഏതാണ് അത് ഏതാണ് ട്രെയിൻ ചോദിക്കരുത്. നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഏതാണ് നിമിഷം പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ബൈ.
ചേക്കൻ പറയിപ്പിച്ചിട്ട് അടങ്ങും. ഇത്രയും ഗതികെട്ടവൻ ആര് ലോകത്തുണ്ടോ? ഇതിലും വേണം അല്ല, ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ടായിരുന്നോ? ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോ സേഫായിട്ട് കണ്ണൂരെത്തി ഗായ്സ്. കണ്ണൂരെത്തി നമ്മുടെ സ്വന്തം നാടായ കണ്ണൂർ. തീ പിടിച്ച പോലെ പോകുന്നുണ്ടോ? എന്താ അവസ്ഥ എന്നറിയില്ല. ലൊക്കൊന്നില്ല, പോടി ഓളയാന്ന് ഊള. ഗായ്സ്, ഇതാണ് കണ്ണൂരിൻ്റെ മെയിൻ സ്പോട്ടായ കാലിക്കറ്റ് ഫുഡ് സ്റ്റാൾ. ഇവിടെ നമുക്ക് കടി ഷേക്ക് കിടലൻ ടേസ്റ്റാണ് ഗായ്സ്, ഒരു രക്ഷയില്ലാത്തതാണ്. പിന്നെ കോക്ടെയിലും ഉണ്ട്. പിന്നെ നമ്മളൊന്ന് നോക്കിയാൽ ഒരു കടി ഷേക്ക് അങ്ങ് ഓർഡർ ചെയ്ത് ഗായ്സ്. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. എന്നിട്ടൊരു കടി ഷേക്ക് ഇതും കുടിച്ച് നമുക്ക് വീട്ടിൽ പോകാം ഗായ്സ്.